ദൃശ്യ TV 25 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി ദൃശ്യ TV ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി മണപ്പള്ളി മേഖലായോഗം ചേർന്നു. താജ് ഗോപാൽ പദ്ധതി വിശദീകരിച്ചു. ദൃശ്യ TV 25 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് ദൃശ്യ TV ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത്. 5 മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരും ഗുണഭോക്താക്കളും ചേർന്നാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി മണപ്പള്ളി മേഖലാ യോഗം ചേർന്നു. റെജി എസ് തഴവ അധ്യക്ഷത വഹിച്ചു. നമ്മൾക്ക് ഓരോ സോണൽ കമ്മിറ്റിയും വലിയ ചെലവില്ലാത്ത രീതിയിൽ ചെയ്യാവുന്ന ഒട്ടനവധി പരിപാടികളുണ്ട്. ആ പരിപാടികൾ നമ്മൾ കണ്ടെത്തി യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ ആസൂത്രണം ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒത്തിരി നിർദ്ദേശങ്ങൾ വെച്ചു. ഉദാഹരണമായിട്ട് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, ഏപ്രിൽ മാസം മെയ് വെക്കേഷൻ ടൈമാണ്. മെയ് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് +2-ൻ്റെയും 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഹയർ സ്റ്റഡി +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? സത്യം പറഞ്ഞാൽ വളരെ വിഷം. നമ്മൾ അറിയാൻ പറ്റുന്ന കാര്യം, നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള അറിവുകളുള്ളതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ മക്കളെ എന്തിനൊക്കെ വിടണമെന്ന് നമുക്ക് ധാരണയുണ്ട്. പക്ഷേ ഒരു മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും +2 കഴിഞ്ഞാൽ ഹയർ സ്റ്റഡി, ജോബ് ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ വിടണമെന്നതിനെ കുറിച്ച് അവർക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഞാൻ നിർദ്ദേശം കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഉണ്ടായി നമുക്ക് നല്ല ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഹയർ ലെവൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് മറ്റു കോഴ്സുകൾ പോകാൻ കഴിയുന്ന എന്താണ് എന്ന് രക്ഷിതാക്കളെയും കുട്ടികളെയും ബോധവൽക്കരിക്കുന്ന ഒരു ക്ലാസ്. നേത്ര ഫിനാൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ താജ് ഗോപാൽ പദ്ധതി വിശദീകരിച്ചു. രൂപീകരണ സമയത്ത് നമുക്ക് ആദ്യം അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ആദ്യത്തെ ഒരു വർഷം ഈ പറഞ്ഞ സെൻട്രൽ കമ്മിറ്റി രൂപീകരിക്കുകയും അവിടെ ഒരു കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കുകയും അതിനുശേഷം താഴോട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടത്. അപ്പോൾ ഇത്തവണ നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ മുന്നോട്ട് പോയിട്ട് എല്ലാ വർഷവും നമുക്ക് ഇത് പുതുക്കി. ദൃശ്യ സെക്രട്ടറി അനിത, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള, ദൃശ്യ TV ചാരിറ്റബിൾ ട്രസ്റ്റ് മേഖലാ സെക്രട്ടറി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മണപ്പള്ളി സോൺ പ്രസിഡന്റായി അജിത് കുമാറിനെയും സെക്രട്ടറിയായി സജീവ് അമ്പാടിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.